പത്മകുമാർ തെറ്റു ചെയ്തു, അല്ലെ അദ്ദേഹത്തിന് തെറ്റു സംഭവിച്ചു എന്ന് പാർട്ടിയും അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ, അതായത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു ചിന്ത വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ദോഷമായി ബാധിക്കും എന്നാണ് ഇപ്പോ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ അഭിപ്രായം. അതേസമയം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പാർട്ടി നേതാവുമായിരുന്ന പത്മകുമാറിനെ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലായതിനു ശേഷവും പാർട്ടി സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതല്ലേ ഏറ്റവും അപകടകരം അല്ലെങ്കിൽ ദോഷകരമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ പാർട്ടിയിലുണ്ട്. ശബരിമല വിശ്വാസികളുടെയും അല്ലാത്തവരുടെ ഇടയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഓരോ ദിവസം കഴിയും തോറും നീറി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ സംഗമം നടന്നു, അതൊരു തട്ടിപ്പായിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുക. പത്മകുമാർ അതിനെതിരായിരുന്നുവെന്നും അദ്ദേഹത്തെ നിശബ്ദനായി മാറ്റി നിർത്തിക്കൊണ്ട് അന്ന് കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടെ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് അന്ന് യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിച്ചത് എന്നുമുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുക. അയ്യപ്പ സംഗമം എന്ന വാക്ക് പറഞ്ഞാല് 2 വോട്ട് അതുകൊണ്ട് തന്നെ കുറയും എന്നൊരു സ്ഥിതി വന്നിരിക്കുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.